ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ അപൂർവം ചിലർക്കെങ്കിലും അമേധ്യത്തിൽ ചവിട്ടിയ ഒരു പ്രതീതിയാണ്. എന്തോ ചെയ്യരുതാത്ത, അനുവർത്തിക്കാത്ത എന്തോ നമ്മൾ ചിലർ ചെയ്യുന്നു എന്നുള്ള മനോഭാവമാണ് ചിലർക്കെങ്കിലും. എന്നാൽ എങ്ങനെയാണ് ക്രിസ്തീയ സഭകളിൽ ക്രിസ്മസ് കടന്നുകൂടിയത് എന്ന് ഒരു പഠനം നടത്തിയാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. അത് അനുകൂലിക്കുന്നവർ അനുകൂലിക്കുക, പ്രതികൂലിക്കുന്നവർക്ക് ധൈര്യമായി പ്രതികൂലിക്കാൻ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഏകദേശം 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തീയ സഭകളിൽ ക്രിസ്മസ് എന്ന ഒരു ആഘോഷം ഇല്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ കീഴിൽ ജാതികൾ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിൽ ചേർന്നപ്പോൾ, വിശ്വാസം മനസ്സിലാക്കാതെ ക്രിസ്തുമതത്തിൽ ചേർന്നപ്പോൾ, ചക്രവർത്തിയുടെ ഇഷ്ടപ്രകാരം ക്രിസ്തുമതത്തിൽ ചേർന്നപ്പോൾ, അതുവരെ അവർ അനുവർത്തിച്ചു വന്ന സൂര്യദേവൻ്റെ ഉത്സവം ഡിസംബർ 25-നായിരുന്നു. അപ്പോൾ ക്രിസ്തുമതത്തിൽ ചേർന്നവരും അവരുടെ ബന്ധുക്കൾ ക്രിസ്തുമതത്തിൽ ചേരാത്തവരുമുണ്ടായിരുന്നു. ആ ക്രിസ്തുമതത്തിൽ ചേരാത്തവർ സൂര്യദേവൻ്റെ ഉത്സവം ആഘോഷിച്ചപ്പോൾ സ്വാഭാവികമായും ബന്ധുക്കൾ എന്ന നിലയിലും സുഹൃത്തുക്കൾ എന്ന നിലയിലും നാട്ടുകാർ എന്ന നിലയിലും ആ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഈ ക്രിസ്ത്യാനികൾ എന്ന പേരിലുള്ളവരും അഥവാ ക്രിസ്ത്യാനികളും നിർബന്ധിതരായി. ഇതിലെ അപകടം മനസ്സിലാക്കിയ സഭ എടുത്ത ഒരു ഉപായമാണ് അവരെ ആ ആഘോഷത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അതേ ദിവസം തന്നെ യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിച്ചേക്കാം എന്നുള്ള ഒരു നിലപാട്. അല്ലാതെ ബൈബിളോ കത്തോലിക്ക സഭയോ ലോകത്തിൽ ഏതെങ്കിലും ഒരു സഭയോ യേശു ജനിച്ചത് ഡിസംബർ 25-നാണെന്ന് അസന്നിഗ്ധമായി പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. എന്നാൽ ക്രിസ്മസ് എന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനെങ്കിലും അത് കാരണമാകുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് ഞാൻ പറയില്ല, ആചരിക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ. ക്രിസ്മസ് എന്നാൽ ആ പേരുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ പേര് ഒരാൾ അറിയുന്നുവെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി ക്രിസ്മസ് ആചരിക്കുവാൻ. അതിനെ നമ്മൾ എതിർക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിന് സമാനമായി മനസ്സിലാകുവാൻ പാശ്ചാത്യ നാടുകളിൽ ഹാലോവിൻ എന്ന ഒരു പൈശാചിക ആത്മാക്കളുടെ ഉത്സവമുണ്ട്. കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു ഉത്സവമാണത്. ആ ഉത്സവത്തിൽ കുട്ടികൾ പോകാതിരിക്കുവാൻ അന്ന് മിക്കവാറും പാശ്ചാത്യ നാടുകളിലെ എല്ലാവിധ സഭകളിലെ പള്ളികളിലും വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് മാജിക് ഷോയോ പ്രോഗ്രാമുകളോ ഡാൻസ്, പാട്ട്, മുട്ടായി വിതരണം എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരൊറ്റ കാരണം ഈ പൈശാചിക ഉത്സവത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുക, അതിൽ പങ്കെടുപ്പിക്കാതിരിക്കുക. അതിന് പകരമായി അവർ അന്ന് പള്ളികളിൽ ഈ ആഘോഷം ആചരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളിൽ പിശാചിൻ്റെ ഉത്സവം ആചരിക്കുന്നു എന്നല്ല, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ അതിന് ബദലായി അതേ ദിവസം തന്നെ സമാനമായ ചില ആഘോഷങ്ങൾ പള്ളികളിൽ നടത്തുന്നു എന്ന് മാത്രം. അപ്പോൾ ക്രിസ്മസ് എങ്ങനെയാണ് ഡിസംബർ 25-ന് ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. അല്ലാതെ അത് സൂര്യദേവൻ്റെ ഉത്സവമാണ് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായും ഞാൻ വിയോജിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എതിരഭിപ്രായമാണെങ്കിൽ താഴെ രേഖപ്പെടുത്താം. സന്തോഷത്തോടെ നിങ്ങളുടെ സഹോദരൻ